നമ്മളിന്ന് കോറിലേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് കടക്കുന്നത്. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ അതിൻ്റെ പ്രോബ്ലം നമ്മളിന്ന് ചെയ്യാൻ പഠിക്കും. അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ എക്സാമിലും തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഈ ക്ലാസ്സിൽ പഠിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആൾജിബ്രൈക് മെത്തേഡ്സിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് കണ്ടിരുന്നു, സ്കാറ്റർ ഡയഗ്രവും ഒപ്പം തന്നെ കോറിലേഷൻ ഗ്രാഫും ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ കണ്ടിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. നമുക്ക് ഈ കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനെ പിയേഴ്സോണിയൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ മറന്നു പോരുത്, അത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനെയാണ്. നമുക്ക് ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് മെഷറിംഗ് കോറിലേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. അപ്പോൾ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ അത് കണ്ടുപിടിക്കുന്നതിനുള്ള ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആൾജിബ്രൈക് മെത്തേഡ്സിൽ പെടുന്നതാണ് ഇത്. ദിസ് മെത്തേഡ് ഹാസ് ബീൻ ഡിവൈസ്ഡ് ബൈ പ്രൊഫസർ കാൾ പിയേഴ്സൺ. പ്രൊഫസർ കാൾ പിയേഴ്സൺ ആണ് ഈ ഒരു മെത്തേഡിന് രൂപം കൊടുത്തത്, അതുകൊണ്ടാണ് അത് ഈ പേരിൽ അറിയപ്പെടുന്നത്. ദെൻ ദിസ് മെത്തേഡ് ഈസ് ദി മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെഷർ ഫോർ ഡിറ്റർമൈനിങ് ദ നേച്ചർ ആൻഡ് ഡിഗ്രി ഓഫ് കോറിലേഷൻ. അപ്പോൾ കോറിലേഷൻ്റെ ഡിഗ്രി എത്രമാത്രം സ്ട്രെങ്ത് ആണ് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രമാത്രം വീക്കാണ്, അപ്പോൾ അത്തരത്തിൽ ആ ഡിഗ്രി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണ് ഈ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പേര് കൂടെ ഓർത്തിരുന്നതാണ് പ്രൊഡക്റ്റ് മൊമെൻറ്റ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് ഞാൻ പറയാറുണ്ട്. പ്രൊഡക്റ്റ് മൊമെൻറ്റ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ്. അപ്പോൾ നമുക്ക് ഇത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് എ ന്യൂമറിക്കൽ വാല്യൂ വിച്ച് ഷോസ് ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ആൻഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ആർ. അപ്പോൾ എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ? സാധാരണ കോറിലേഷൻ നമുക്കറിയാം, അത് പോസിറ്റീവ് നെഗറ്റീവ് അല്ലെങ്കിൽ നോ കോറിലേഷൻ. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ മാത്രമാണ്, ഏത് ടൈപ്പ് കോറിലേഷൻ മാത്രമാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം ഗ്രാഫിക്കൽ മെത്തേഡിൽ കണ്ടത്. പക്ഷേ അതിൻ്റെ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്, ആ കോറിലേഷൻ്റെ ഡിഗ്രി അറിയുന്നതിന് വേണ്ടി അതിൻ്റെ എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ട്, വീക്കാണ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് കോറിലേഷൻ നമുക്ക് മെഷർ ചെയ്യണം. അപ്പോൾ അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്നുകൊണ്ട് സൂചിപ്പിക്കുക. അപ്പോൾ ഇവിടെ ആർ, സ്മോൾ ലെറ്റർ ആർ ആണ് ഈ ഒരു കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷന് ഉപയോഗിക്കുന്ന വാക്ക് കേട്ടോ. ദെൻ ഹി അസെർട്സ് ദാറ്റ് ദ വാല്യൂ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ മസ്റ്റ് ലൈ ഇൻ ബിറ്റ്വീൻ +1 ആൻഡ് -1. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ പ്രകാരം ഒരു കോറിലേഷൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് അത് +1നും -1നും ഇടയ്ക്കുള്ള ഒരു ഡിജിറ്റ് ആയിരിക്കും അതിൻ്റെ ഉത്തരമായിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് സാധാരണ ചോദിക്കാറുണ്ട് ഈ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ അല്ലേ. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതിനിടയിലാണത്? +1നും -1നും ഇടയ്ക്കുള്ള ഒരു നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നോക്കുക, ഹിസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് വാല്യൂസ് ആർ ഫോളോസ്. അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിച്ചതിന് ശേഷം, ഉത്തരം കണ്ടുപിടിച്ചതിന് ശേഷം അതിന് ഇൻ്റർപ്രിട്ടേഷൻ കൂടെ നമ്മൾ എഴുതണം അല്ലേ, കമൻ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അത് ഇതനുസരിച്ചാണ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ എഴുതുക. അതായത് നമുക്ക് കിട്ടുന്ന വാല്യൂ r = 1 ആണെങ്കിൽ, r 1 ആണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഉത്തരം കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 1 ആണെങ്കിൽ അത് ആ കോറിലേഷൻ എന്താണ്? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനാണ്. ഇനി കിട്ടുന്ന ഉത്തരം -1 ആണെങ്കിൽ അത് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനാണ്. അപ്പോൾ -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, അത് +1 ആണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ അല്ലേ. ഇനി അത് നമുക്ക് കിട്ടുന്ന ആർ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അത് 0നേക്കാളും ഗ്രേറ്റർ ദാൻ 0 ബട്ട് ലെസ്-1. അപ്പോൾ .0 <1 ആണെങ്കിൽ അത് ഹൈ ഡിഗ്രി ഓർ മോഡറേറ്റ് ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അതായത് 0 to 1 വരെ അല്ലേ. ഇപ്പോൾ 0.1 ആകാം, 0.2 ആകാം, 0.3 ആകാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ, പോസിറ്റീവായിട്ടുള്ള ഒരു നമ്പറാണ് കിട്ടുന്നതെങ്കിൽ അത് ആ കോറിലേഷന് ഒരു പോസിറ്റീവ് കോറിലേഷൻ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് 0.9 ഒക്കെ കിട്ടുന്നതെങ്കിൽ ഹൈ ഡിഗ്രി ഓഫ് കോറിലേഷൻ ഉണ്ടാവും. 0.1 ആണെങ്കിൽ ലോ ഡിഗ്രി ഓഫ് കോറിലേഷൻ ആയിരിക്കും. ഒരു 0.5 ആ റേഞ്ചിലൊക്കെ വരികയാണെങ്കിൽ മോഡറേറ്റ് ഡിഗ്രി ഓഫ് കോറിലേഷൻ ആയിരിക്കും. ആവറേജ് ഡിഗ്രി, മോഡറേറ്റ് ഡിഗ്രി ഓഫ് കോറിലേഷൻ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അതിനെ അസസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഇവിടെ മോർ ദാൻ നോക്കുക. ഇവിടെ നമുക്ക് r = <0, r എന്ന് പറയുന്നത് 0യേക്കാളും കുറവാണെങ്കിൽ, അതായത് മൈനസ് സംഖ്യകളാണ് കിട്ടുന്നതെങ്കിൽ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് എ കേസ് ഓഫ് ഹൈ ഡിഗ്രി ഓർ മോഡറേറ്റ് ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ. അപ്പോൾ അതായത് നമുക്ക് 0യ്ക്കും -1നും ഇടയ്ക്കുള്ള ഡിജിറ്റുകളാണ് കിട്ടുന്നതെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നെഗറ്റീവ് കോറിലേഷനെയാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഇപ്പോൾ -0.1 ഒക്കെ ആണെങ്കിൽ അത് ലോ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ. ഇപ്പോൾ -9 ഒക്കെ ആണെങ്കിൽ, 0.9 ആണെങ്കിൽ അല്ലേ, -0.9 ഒക്കെ ആണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഹൈ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷനെ ആയിരിക്കും.
അപ്പോൾ ആ രീതിയിൽ നമുക്ക് വെരി ലോ, ലോ, മോഡറേറ്റ്, ഹൈ, വെരി ലോ എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെയും തരംതിരിക്കാം കേട്ടോ. ഇതുപോലൊരു ക്ലാസിഫിക്കേഷൻ ഇത്രമാത്രം നിങ്ങൾ ഓർത്തിരിക്കണമെന്നില്ല. അതായത് വെരി ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.01 മുതൽ 0.19 വരെ നമ്മൾ വെരി ലോ എന്ന് പറയും. നമ്മൾ 0.20 മുതൽ 0.39 വരെ നമ്മൾ ലോ എന്ന് പറയും. മോഡറേറ്റ് ആണെങ്കിൽ 0.40 തൊട്ട് 0.5 വരെ, ഹൈ ആണെങ്കിൽ 0.60 തൊട്ട് 0.79 വരെ, വെരി ഹൈ ആണെങ്കിൽ 0.80 തൊട്ട് 0.9 വരെ. അപ്പോൾ ആ രീതിയിൽ അത്രയൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കൊരു 1 മുതൽ ഒരു 4 വരെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെ ലോ ഡിഗ്രി ഓഫ് കോറിലേഷൻ എന്ന് പറയാം. അപ്പോൾ 4 മുതൽ 6 വരെ ആണെങ്കിൽ മോഡറേറ്റ് പറയാം. 6 മുതൽ മുകളിലേക്ക് നമുക്ക് ഹൈ ഡിഗ്രി. ആ രീതിയിൽ നിങ്ങൾക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അതേ രീതിയിൽ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ക്യാരക്ടറിസ്റ്റിക്സ് അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. നമുക്ക് പ്രോബ്ലം സൈഡിലേക്ക് കിടക്കാം. പ്രോബ്ലത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഷോർട്ട് കട്ട് മെത്തേഡാണ്. അതായത് കമ്പ്യൂട്ടേഷൻ ഓഫ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡയറക്റ്റ് മെത്തേഡ് കേട്ടോ. ഡയറക്റ്റ് മെത്തേഡ്. ഈ ഡയറക്റ്റ് മെത്തേഡിന് പറയുന്ന പേര് സ്ക്വയർ ഓഫ് വാല്യൂ മെത്തേഡ് എന്നും മെത്തേഡ് ബേസ്ഡ് ഓൺ ദി യൂസ് ഓഫ് ആക്ച്വൽ ഡാറ്റ എന്നും. ഈ 2 പേരുകൾ കൂടി അതിനുണ്ട് ഡയറക്റ്റ് മെത്തേഡിന്. അതായത് സ്ക്വയർ ഓഫ് വാല്യൂ മെത്തേഡ് ഓർ മെത്തേഡ് ബേസ്ഡ് ഓൺ യൂസ് ഓഫ് ആക്ച്വൽ ഡാറ്റ. അപ്പോൾ നമുക്ക് ആ ഒരു മെത്തേഡ് നോക്കാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത് ഈ ഒരു ഇക്വേഷനാണ്. ഈ ഒരു ഫോർമുല കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഞാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ഓർത്തിരിക്കേണ്ടതെന്നുള്ളത്. ആദ്യം നമുക്കിത് ഈ ഫോർമുല ഒന്ന് വായിക്കാം. n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഇതാണ് ന്യൂമറേറ്ററായിട്ട് വരുന്നത് കേട്ടോ. n ഇൻറ്റു സിഗ്മ എക്സ് വൈ. n എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന എത്ര ഐറ്റം ഉണ്ട് ആ ഐറ്റത്തിൻ്റെ എണ്ണമാണ് n എന്ന് പറയുന്നത്. സിഗ്മ എക്സ് വൈ നമുക്ക് ഒരു വേരിയബിളിനെ എക്സ് എന്നും മറ്റൊരു വേരിയബിളിനെ നമ്മൾ വൈ എന്നും എടുക്കും. അപ്പം എക്സ് വൈ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സും വൈ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സം എടുക്കും അല്ലേ. അതാണ് സിഗ്മ എക്സ് വൈ. ഇനി മൈനസ് സിഗ്മ എക്സിൻ്റെ കോളം മാത്രം കൂട്ടി നോക്കും. അതാണ് സിഗ്മ എക്സ്. ദെൻ സിഗ്മ വൈയുടെ കോളം മാത്രം കൂട്ടി അതിൻ്റെ സം എടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് ന്യൂമറേറ്ററായിട്ട്. താഴെ വരുമ്പോൾ 2 റൂട്ട് വരുന്നുണ്ട്. ആദ്യത്തെ റൂട്ടിൽ എക്സിനെ സംബന്ധിച്ചും രണ്ടാമത്തെ റൂട്ടിൽ വൈനെ സംബന്ധിച്ചുമാണ് വരുന്നത് കേട്ടോ. അങ്ങനെ നിങ്ങൾ ഓർത്തിരുന്ന് പഠിക്കുക. അപ്പോൾ ഇവിടെ റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. അപ്പോൾ അതായത് സിഗ്മ എക്സ് സ്ക്വയർ ഉണ്ട്. ഈ സിഗ്മ എക്സ് സ്ക്വയറും ഇവിടെ സിഗ്മ എക്സ് ബ്രാക്കറ്റിൽ സ്ക്വയറും അല്ലേ. അപ്പോൾ അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഓർത്തിരുന്ന് പഠിക്കുക. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഇത് നിങ്ങൾ നന്നായിട്ട് മനപ്പാടമാക്കി വയ്ക്കുക. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഈ റൂട്ട്, ആദ്യത്തെ റൂട്ട് എന്ന് പറയുന്നത് എക്സിന് വേണ്ടിയുള്ളതും രണ്ടാമത്തെ റൂട്ട് വൈ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ എല്ലാം വൈ ആണ് വന്നിരിക്കുന്നത് അല്ലേ. അതേ രീതിയിൽ അങ്ങനെ ഓർത്തിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻറ്റു ചിഹ്നമുണ്ട് കേട്ടോ. 2 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇതാണ് പ്രോബ്ലം. കാൽക്കുലേറ്റ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ദ ഏജ് ആൻഡ് വെയിറ്റ് ഓഫ് ദി ചിൽഡ്രൻ. അതായത് കുട്ടികളുടെ ഏജും അവരുടെ വെയിറ്റും തമ്മിൽ കോറിലേഷൻ ഉണ്ടോ എന്നുള്ളത്, ഉണ്ടെങ്കിൽ അത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ പഠിക്കണം. അപ്പോൾ ഏജ്, ഇപ്പോൾ 3 വയസ്സുള്ളൊരു കുട്ടിയുടെ ഏജ് നമ്മൾ എടുത്തപ്പോൾ വെയിറ്റ് 5 കിലോയാണ്. 4 വയസ്സുള്ള കുട്ടി എടുത്തപ്പോൾ 6 കിലോയാണ്. 5 വയസ്സുള്ള എടുത്തപ്പോൾ 7 കിലോയാണ്. അപ്പോൾ ഏജ് കൂടുന്നതനുസരിച്ച് വെയിറ്റും കൂടുന്നുണ്ട്. നമുക്കിത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു പോസിറ്റീവ് കോറിലേഷനാണ് ഇത് തമ്മിലുള്ളതെന്ന് അല്ലേ. അപ്പോൾ നമുക്കത് പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് ഉറപ്പ് വരുത്തണം. ഒപ്പം തന്നെ എത്രമാത്രമുണ്ട് ഇത് തമ്മിലുള്ള കോറിലേഷൻ, അതിൻ്റെ ഡിഗ്രി എത്രമാത്രം ഉണ്ട് എന്നുള്ളത്, അത് ഹൈ കോറിലേഷൻ ആണോ മോഡറേറ്റ് ആണോ അല്ലെങ്കിൽ ഓവർ കോറിലേഷൻ ആണോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കൂടി കണ്ടുപിടിക്കണം. ഈ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ഡാറ്റയെ നമുക്കിവിടെ ഏജ് ആദ്യം തന്നിരിക്കുന്നതിന് എക്സ് എന്നും രണ്ടാമത് തന്നിരിക്കുന്ന വേരിയബിളിനെ നമ്മൾ വൈ എന്നും എടുക്കുന്നു. ആദ്യം നമുക്ക് എക്സും വൈയും നമുക്ക് 2 കോളങ്ങളായിട്ട് നമുക്ക് എഴുതാം. ഇവിടെ ഇങ്ങനെ ഓർത്തിരിക്കുകയാണ് എളുപ്പമുണ്ട്. എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ, എക്സ് വൈ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും കോളങ്ങളാണ് നിങ്ങൾ കണ്ടുപിടിക്കാനുള്ളത്. എക്സ് കണ്ടുപിടിക്കണം, എക്സ് സ്ക്വയർ, എക്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം, വൈ. ഈ എക്സും വൈ ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ. ഈ പറഞ്ഞിരിക്കുന്നതാണ് എക്സ്, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാമാണ് വൈ അല്ലേ. അത് തന്നിട്ടുണ്ട്. അതേപടി ഇങ്ങോട്ട് ഇറക്കി എഴുതിയാൽ മതി. നേരെ താഴോട്ട് എഴുതിയാൽ മതി. എക്സും വൈയും. എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം, പിന്നെ വൈ സ്ക്വയർ കണ്ടുപിടിക്കണം. എക്സും വൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് വൈയും കണ്ടുപിടിക്കണം. അതിനുശേഷം എല്ലാ കോളങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് താഴോട്ട് കൂട്ടി ടോട്ടൽ കണ്ടുപിടിച്ച് വയ്ക്കുക. അപ്പോൾ ഈ ടോട്ടലുകളെല്ലാം നമുക്ക് എന്താണ് ആവശ്യമുണ്ട് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഈ ടോട്ടലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ, എക്സ് വൈ അങ്ങനെ തന്നെ എഴുതണമെന്നില്ല. അപ്പോൾ നമുക്ക് വേറെ ടെക്സ്റ്റിലൊക്കെ ഇതേ രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. എക്സ് വൈ ആദ്യം എഴുതും, അതിനുശേഷം എക്സ് വൈ എഴുതും, പിന്നെ എക്സ് സ്ക്വയർ, പിന്നെ വൈ സ്ക്വയർ. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഓർഡർ മാറിയെന്നോർത്തും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് അതേ രീതിയിൽ എളുപ്പത്തിൽ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാൻ 3 × 3 അല്ലേ, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 4 × 4 16 അങ്ങനെ കണ്ടുപിടിക്കുക. വൈയുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി 5 × 5 25, 6 × 6 36 കണ്ടുപിടിക്കുക. എക്സ് വൈ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എക്സിനെയും വൈനെയും തമ്മിൽ അല്ലേ, എക്സും വൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 5 15, 4 × 6 24,
അങ്ങനെ എക്സ് വൈയും കണ്ടുപിടിക്കുക. അതിനുശേഷം ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, ടോട്ടൽ ചെയ്യണം അല്ലേ, ടോട്ടൽ ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കുക, ഇവിടെ ആർ ഈസ് ഈക്വൽ ടു അല്ലേ, ഇതാണ് ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഇവിടെ നമുക്ക് n എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഞാൻ പറഞ്ഞു എത്ര ഐറ്റമാണ് നിങ്ങൾക്ക് തരുന്നത്, ഡാറ്റ സെറ്റിൽ എത്ര ഡാറ്റയാണോ തരുന്നത്. ഇവിടെ 1 2 3 4 5 അല്ലേ, ഓരോ വേരിയബിളിനും 5 ഐറ്റമാണുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്, 5 ആണെന്ന് ഓർത്തിരിക്കുക, 5. അപ്പോൾ n ഇൻറ്റു സിഗ്മ എക്സ് വൈ, എക്സ് വൈയുടെ കോളം എക്സും വൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മളിതിൻ്റെ സിഗ്മ കണ്ടുപിടിച്ചല്ലോ, ഇതാണ് സിഗ്മ എക്സ് വൈ അല്ലേ, 185. അപ്പോൾ 5 ഇൻറ്റു 185 നമ്മൾ ആദ്യം എഴുതണം. ദെൻ മൈനസ് സിഗ്മ എക്സ് വൈ ഇൻറ്റു സിഗ്മ വൈ, എക്സിൻ്റെ കോളവും വൈയുടെ കോളവും നമ്മൾ സെപ്പറേറ്റ് ടോട്ടൽ കണ്ടുപിടിച്ചില്ലേ, ഇതാണ് വൈയുടെ ടോട്ടൽ, ഇതാണ് എക്സിൻ്റെ ടോട്ടൽ അല്ലേ. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അടുത്തത് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ അല്ലേ. അപ്പോൾ 25 ഇൻറ്റു 35, അപ്പോൾ മൈനസ് ചിഹ്നമാണ് അതിൻ്റെ ഇടയ്ക്ക് വരുന്നതെന്ന് ഓർത്തിരിക്കുക, മറന്നു പോകരുത്. -25 ഇൻറ്റു 35. അപ്പോൾ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് നമുക്ക് n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ, n എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. സിഗ്മ എക്സ് സ്ക്വയർ നമ്മൾ എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ചില്ലേ, 135. അപ്പോൾ ഇതാണ് സിഗ്മ എക്സ് സ്ക്വയർ. അപ്പോൾ n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് അതിൻ്റെ സ്ക്വയർ അല്ലേ. സിഗ്മ എക്സ് എന്ന് പറയുന്നത് ഇതാണ്, ഈ എക്സ് ടോട്ടൽ ചെയ്തിരിക്കുന്നത് അല്ലേ. എക്സ് ടോട്ടൽ ചെയ്ത് 25, അതിൻ്റെ സ്ക്വയറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഓർത്തിരിക്കുക, ഇവിടെ സിഗ്മ എക്സ് ബ്രാക്കറ്റിൽ സ്ക്വയർ എന്ന് വെച്ചാൽ എക്സിൻ്റെ ടോട്ടൽ 25, 25ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ പറയാം, n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ, n എന്ന് പറഞ്ഞാൽ 5 ആണ്. സിഗ്മ എക്സ് സ്ക്വയർ, സിഗ്മ എക്സ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. അടുത്തത് മൈനസ് സിഗ്മ എക്സ് ബ്രാക്കറ്റിൽ സ്ക്വയർ അല്ലേ, അതായത് എക്സ് കോളത്തിൻ്റെ ടോട്ടൽ അതിൻ്റെ സ്ക്വയർ 25ൻ്റെ സ്ക്വയർ അല്ലേ. അതുപോലെ തന്നെ ഇൻറ്റു റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ, സിഗ്മ വൈ നമ്മളിവിടെ വൈ സ്ക്വയർ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിൻ്റെ സിഗ്മ എത്രയാണ്, അതിൻ്റെ ടോട്ടൽ 255 ആണ് അല്ലേ. അപ്പോൾ 5 ഇൻറ്റു 255 മൈനസ് പിന്നെ വൈയുടെ കോളത്തിലുള്ള ടോട്ടൽ കണ്ടുപിടിച്ച 35, അതിൻ്റെ സ്ക്വയർ അല്ലേ, അതാണ് സിഗ്മ വൈ ബ്രാക്കറ്റിൽ സ്ക്വയർ അല്ലേ. ഇനി നമുക്കിത് വർക്കൗട്ട് ചെയ്താൽ മതി. 5 ഇൻറ്റു 185 എന്ന് പറയുമ്പോൾ 925 കിട്ടും അല്ലേ. അപ്പോൾ 25 ഇൻറ്റു 35 875 കിട്ടും. അപ്പോൾ അത് തമ്മിൽ മൈനസ് ചെയ്യുക അല്ലേ, മൈനസ് ചെയ്യണം, നമുക്ക് 50 കിട്ടും. ഇനി റൂട്ട് ഓഫ് താഴെയുള്ള 5 ഇൻറ്റു 135 മൈനസ് 25 സ്ക്വയർ അല്ലേ, 675 മൈനസ് 625 കിട്ടും. അതിൻ്റെ റൂട്ട് ഓഫ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1275 മൈനസ് 1255 കിട്ടും. അപ്പോൾ നമുക്ക് 50 ഡിവൈഡ് ബൈ റൂട്ട് 50 ഇൻറ്റു റൂട്ട് 50 എന്നാണ് വരുന്നത് അല്ലേ. ഇപ്പോൾ ഈ റൂട്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് രണ്ടും ഒരേ സംഖ്യകൾ തന്നെയാണെങ്കിൽ നമുക്ക് 50 50 ആണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ 50 ഇൻറ്റു 50 നമുക്ക് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം 50 തന്നെ കിട്ടും അല്ലേ. ഇപ്പോൾ മുകളിലും 50 താഴെയും 50, അപ്പോൾ 50/50 നമുക്ക് കിട്ടുന്ന ആർ ഈക്വൽ ടു ആർ എത്രയാണ് കിട്ടുന്നത്, 1 എന്നാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ആർ 1 ആണെങ്കിൽ എന്താണ് സൂചിപ്പിക്കുന്നത്, ഇതൊരു പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനാണ്. അപ്പോൾ പോസിറ്റീവ് 1 ആണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനാണ്. ഇവിടെ നമുക്ക് അതാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് ഇതിൻ്റെ ആൻസറിലേക്ക് നമ്മളങ്ങനെ എത്തുന്നു. നമുക്ക് മറ്റൊരു പ്രോബ്ലം കൂടി സ്പീഡിൽ നോക്കാം. ഇതുപോലെ തന്നെയാണ് ചെയ്യുക. ഇവിടെ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പ്രൈസിനെ നമ്മൾ എക്സ് ആയിട്ടും ഡിമാൻഡിനെ നമ്മൾ വൈ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ എക്സ് വൈയും അല്ലേ, രണ്ട് കോളങ്ങൾ നമ്മൾ താഴോട്ട് എഴുതുന്നു. 5 6 7 8 9 താഴോട്ട് എഴുതുന്നു. വൈയും അതുപോലെ തന്നെ താഴോട്ട് എഴുതുന്നു. അതിനുശേഷം നമുക്ക് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുന്നു, വൈ സ്ക്വയർ കണ്ടുപിടിക്കുന്നു, സിഗ്മ എക്സ് വൈ കണ്ടുപിടിക്കുന്നു അല്ലേ, എക്സ് വൈ കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ അതിനുശേഷം അതിൻ്റെ ടോട്ടലുകളെല്ലാം കണ്ടുപിടിച്ച് താഴെ എഴുതി. ഇനി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഇവിടെ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നു അല്ലേ. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ആദ്യം 5 ഇൻറ്റു 200, 5 എന്ന് പറയുന്നത് n ആണല്ലേ. സിഗ്മ എക്സ് വൈ എത്രയാണ് കിട്ടിയത്, 200. അപ്പോൾ 5 ഇൻറ്റു 200 മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ അല്ലേ. സിഗ്മ എക്സും സിഗ്മ വൈയും നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, സിഗ്മ എക്സ് സിഗ്മ വൈ. അപ്പോൾ 35 ഇൻറ്റു 30 എളുപ്പമാണ്, നമുക്കത് കണ്ടുപിടിച്ച് വെച്ചു. ഇനി റൂട്ട് n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ 5 ഇൻറ്റു 255 എന്ന് വരും അല്ലേ, സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് 35 സ്ക്വയർ അല്ലേ. മൈനസ് 35 വെച്ചാൽ എക്സ് സ്ക്വയർ ആണല്ലേ, ഈ സിഗ്മ എക്സിൻ്റെ സ്ക്വയർ. അപ്പോൾ 35 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 5 ഇൻറ്റു 190 മൈനസ് 30 സ്ക്വയർ എന്ന് ഇവിടെയും കിട്ടും. അപ്പോൾ ഇതെല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് -50 ഡിവൈഡ് ബൈ റൂട്ട് 50 ഇൻറ്റു 50 അല്ലേ. ഇപ്പോൾ ഇവിടെ നമുക്ക് -50 ആണ് വരുന്നത്, കാരണം 1000 മൈനസ് 1050 ആണല്ലേ. അപ്പോൾ -50 നമുക്ക് ന്യൂമറേറ്റർ വരും. താഴെ റൂട്ട് 50 ഇൻറ്റു റൂട്ട് 80, അപ്പോൾ നമുക്ക് ഇവിടെ താഴെ 50 തന്നെയാണ് വരുന്നത്. അപ്പോൾ -50 ഡിവൈഡ് ബൈ 50 എത്രയാണ്, -1 എന്ന് വരും അല്ലേ. അപ്പോൾ -1 ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ ആൻസർ എങ്ങനെയായിരിക്കണം എഴുതേണ്ടത്, നിങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷൻ വരേണ്ടത്, അതായത് ഇതൊരു പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനാണ് അല്ലേ, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനാണ്. -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനാണ് വരിക. അപ്പോൾ ഇതേപോലെയാണ് സിമ്പിളായിട്ട് നമുക്ക് നിങ്ങൾക്കത് വളരെ ചെറിയ എമൗണ്ടുകൾ വെച്ചാണ് ഈ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഈ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന പോലെ ചിലപ്പോൾ അല്പം കൂടി വലിയ തോതിൽ കാൽക്കുലേഷൻ, കുറച്ചുകൂടെ കൂടുതൽ കാൽക്കുലേഷനുള്ളൂ അല്ലേ. അപ്പോൾ അത് ഇതോടെ ഒന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു പ്രോബ്ലം കൂടി നിങ്ങളൊന്ന്
ചെയ്ത് നോക്കുക, ചെയ്ത് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. എക്സ് വൈയും ഇത് ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സും വൈ ആദ്യം എടുത്ത് എഴുതി, പിന്നെ എക്സ് വൈ എഴുതി, പിന്നെ എക്സ് സ്ക്വയർ എഴുതി, പിന്നെ വൈ സ്ക്വയർ എഴുതി. അതിൻ്റെ ഓർഡറിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. അവസാനം നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ എല്ലാം സിഗ്മ ടോട്ടൽ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ ഇക്വേഷൻ ഇങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ എന്നാണ് കേട്ടോ. അതിനുവേണ്ടിയാണ് ഇവിടെ ഇടയ്ക്കൊരു ഡോട്ട് ഇട്ടിരിക്കുന്നത്. ഡോട്ട് എന്ന് വെച്ചാൽ ഇവിടെ ഇൻറ്റു മാർക്കാണ്, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിന് പകരമാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷനിൽ ഓരോ ടെക്സ്റ്റിൽ എഴുതുന്നതിന് ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓവറോൾ ഇത് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതേ രീതിയിൽ ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ -0.9 എന്ന് കിട്ടും അല്ലേ. -0.9 ആണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നമുക്കിവിടെ എഴുതുകയാണെങ്കിൽ -0.9 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഹൈ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ ആണല്ലേ. ഇപ്പോൾ -1 ആണെങ്കിൽ -1 ഇല്ല, ഇത് -0.9 വരെ ഉള്ളൂ അല്ലേ. അപ്പോൾ -1 ആണെങ്കിൽ എന്താണത്, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനാണ്. ഇപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന 1 ചേർന്നാണ് 0.9 ഒക്കെ വരുന്നത് അല്ലേ, -1 ചേർന്ന്. അപ്പോൾ അതുകൊണ്ട് അതെന്താണ്, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഉത്തരം 0.9 ആണെങ്കിൽ നോക്കിയാണ്. ഇപ്പോൾ നമുക്ക് 0.09 ഒക്കെ ആണെങ്കിൽ എന്താണ്, അത് ലോ നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും കേട്ടോ. 0.09 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.1 താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് 0.09 എന്ന് വെച്ചാൽ ലോ അല്ലെങ്കിൽ വെരി ലോവർ നെഗറ്റീവ് കോറിലേഷൻ ആണെന്ന് ഓർത്തിരിക്കുക. ഇവിടെ 0.9 വന്നിരിക്കുന്നതുകൊണ്ടാണ് നമ്മളതിനെ ഹൈ ഡിഗ്രി ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 0.5 ആണ്. 0.5 ആണെങ്കിൽ എന്താണ്, മൈനസ് ആണെങ്കിൽ നമുക്ക് മോഡറേറ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയാം. മോഡറേറ്റ് നെഗറ്റീവ് കോറിലേഷൻ നമുക്ക് 0.5 പോസിറ്റീവ് സംഖ്യയാണെങ്കിൽ മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മളതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എഴുതുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതെല്ലാം വെച്ചുകൊണ്ട് ഇൻ്റർപ്രിട്ടേഷനും എഴുതുക. അപ്പോൾ ഈ ഒരു പ്രോബ്ലം കൂടി ഇത് വർക്കൗട്ട് ചെയ്ത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പ്രോബ്ലമായി കാണാം. ഓക്കെ, താങ്ക്